ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബൈനറി ട്രീനെ കുറിച്ചാണ്. ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ബാക്കി വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡേറ്റാ സ്ട്രക്ചറിൽ പഠിച്ചല്ലേ? ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഒരു വെർട്ടക്സിന് ഡിഗ്രി 2 ആയിരിക്കും. നമുക്കത് നോക്കാം. 1 or 3 ആണ് കേട്ടോ. THRE. ഓക്കെ, നോക്കിക്കേ. ഈ വെർട്ടക്സിൻ്റെ ഡിഗ്രി എത്ര? 2 ആണല്ലേ. ഇതിൻ്റെ ഡിഗ്രിയോ 1 2 3 ആണ്. ഇതിൻ്റെ ഡിഗ്രിയോ 1 ആണ്. ഇതിൻ്റെ ഡിഗ്രി നോക്കിക്കേ, 1 ആണല്ലേ. ഇതിൻ്റെ ഡിഗ്രിയോ 1 2 3 ആണ്. ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇതിൽ നോക്കിക്കേ, ഒരു വെർട്ടക്സിന് മാത്രമേ ഡിഗ്രി 2 വന്നിട്ടുള്ളൂ. ഡിഗ്രി 2 വന്നേക്കുന്നത് ആർക്കുമാണ്? റൂട്ടിനാണല്ലേ. ബാക്കി എല്ലാത്തിനും നോക്കിക്കേ 1ഉം 3ഉം. അതല്ലേ നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇതിലും സെയിം ആണല്ലേ. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. ഇവിടെ 3 ആണ്. ഇവിടെ 1 ആണ്. ഇവിടെ 1 ആണ്. ഈ രണ്ട് ഗ്രാഫിലെയും പ്രത്യേകത എന്തിനാ? റൂട്ട് വെർട്ടക്സിനാണ് ഡിഗ്രി 2 വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രാഫിന് നമുക്ക് എന്തെന്ന് പറയാം? ബൈനറി ട്രീ. അതായത് ഒരു വെർട്ടക്സിന് ഡിഗ്രി 2ഉം ബാക്കിയുള്ള വെർട്ടക്സിന് 3ഓ 1ഉം ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീനെ എനിക്ക് എന്തെന്ന് പറയാം? ബൈനറി ട്രീ എന്ന് പറയാം. ഇനി ഈ ബൈനറി ട്രീ വെച്ചിട്ട് നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബൈനറി ട്രീ. അതിൻ്റെ കുറച്ച് തിയറംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തിയറം നോക്കാം. അപ്പം തിയറം എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ എ ബൈനറി ട്രീ എന്ന് പറയുന്നത് ഓൾവേസ് ഓഡ് ആയിരിക്കും. അതായത് ബൈനറി ട്രീയിലെ വേർട്ടീസസിൻ്റെ എണ്ണം ഓൾവേസ് ഓഡ് ആയിരിക്കും. ഈ ഒരു ഗ്രാഫ് എടുത്തേ നോക്കിക്കേ, 1 2 3 4 5 6 7 ഓഡ് വെർട്ടക്സ് ആണല്ലേ ഉള്ളത്. ഇവിടെയോ 1 2 3 4 5 ഓഡ് വെർട്ടക്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ബൈനറി ട്രീയിൽ ഓഡ് വെർട്ടക്സ് ആയിരിക്കും. എപ്പോഴും ഓഡ് നമ്പർ ഓഫ് വേർട്ടീസസ് ആയിരിക്കും ബൈനറി ട്രീ കാണുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ടി ബി എ ബൈനറി ട്രീ വിത്ത് n വെർട്ടിസസ്. നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ അല്ലേ. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ബൈനറി ട്രീ ഉണ്ട്. അതിനെന്താണ്? n വെർട്ടിസസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത്? ബൈനറി ട്രീ വിത്ത് 1 വെർട്ടിസസ് ഓഫ് പിന്നെ പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഒരു വെർട്ടക്സിന് ഈവൻ ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ള വെർട്ടക്സിനൊക്കെ ഓഡ് ഡിഗ്രി ആയിരിക്കും അല്ലേ. അതാണ് പറയുന്നത്. വി നോ ദാറ്റ് ഇൻ എ ബൈനറി ട്രീയിൽ എന്താണ്? ഒരു വെർട്ടക്സിന് ഈവൻ ഡിഗ്രി ആണെന്നും ബാക്കി എല്ലാ വെർട്ടിസസിനും ഓഡ് ഡിഗ്രി ആണെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര വെർട്ടീസസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? n വെർട്ടീസസ്. അതിൽ ഒരു വെർട്ടക്സിനാണ് എന്തുള്ളത്? ഈവൻ ഡിഗ്രി ഉള്ളത്. അപ്പോൾ ബാക്കി എത്ര കാണും? n-1 അല്ലേ ആ ഒരെണ്ണം പോയാൽ. ആ അത്രയും വെർട്ടീസസിന്, അതായത് n-1 വെർട്ടീസസിന് എന്തായിരിക്കും ഡിഗ്രി? ഓഡ് ഡിഗ്രി ആയിരിക്കും. ഇത് നോക്കിക്കേ, ഇവിടെ ഇത് മൊത്തം n വെർട്ടീസസ് ഉണ്ട്. ഇതാണൊരു ഈവൻ ഡിഗ്രി വരുന്ന വെർട്ടീസസ്. അപ്പം ഈ ഒരു വെർട്ടക്സിനെ ഈ n വെർട്ടീസസിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് വെർട്ടിസസിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഓഡ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതാണ് ഈവൻ ഡിഗ്രി ഉള്ള വെർട്ടക്സ് അല്ലേ. അപ്പോൾ ഈ വെർട്ടക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്രയും വെർട്ടക്സ് അല്ലേ ഉള്ളൂ. അത് എത്ര നോക്കിയേ, 1 2 3 4 5 6 അല്ലേ എണ്ണം. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ അല്ലേ. അതാണ് പറയുന്നത് n-1 വെർട്ടക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. കാരണം നമ്മുടെ ഈവൻ വെർട്ടക്സ് ആണ് ഉള്ളത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? സിൻസ് ഇൻ എ ഗ്രാഫ് ഓഡ് ഡിഗ്രി വെർട്ടിസസ് ആർ ഓൾവേസ് ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വെർട്ടക്സും കൂടെ ഉണ്ടെങ്കിൽ ടോട്ടൽ 7 ആവും. അപ്പോൾ അതെന്താവും? ഓടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? n എന്ന് പറയുന്നത് ഓഡ് നമ്പറാന്ന് പറയാം. n-1 ഈവൻ ആണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. n എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഒന്നും കൂടെ ആഡ് ചെയ്യും. അതെന്തായി മാറും? ഓഡ് നമ്പറായി മാറും. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ബൈനറി ട്രീസ് ഓൾവേസ് ഹാസ് ഓഡ് നമ്പർ ഓഫ് വെർട്ടിസസ്. അതിൽ നിന്ന് എനിക്ക് പറയാം ബൈനറി ട്രീക്ക് എന്താണ്? ഓഡ് നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടെന്ന്. ചെറിയൊരു തിയറാണല്ലേ. അടുത്ത നോക്കിയടാ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചേക്കുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ ബൈനറി ട്രീ വിത്ത് 8 വെർട്ടിസസ്? ആ തിയറം മനസ്സിലായിട്ടുള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബൈനറി ട്രീയുടെ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ഓഡ് നമ്പർ ഓഫ് വെർട്ടീസസ് കാണുമെന്നല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏതാണ്? എത്ര വെർട്ടീസസ് വെച്ച് നമുക്ക് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്? 8 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ അത് പോസിബിൾ ആണോടാ? അല്ല അല്ലേ. അപ്പം നോ. കാരണം എന്താണ്? ബിക്കോസ് നമ്പർ ഓഫ് വെർട്ടീസസ് എന്താണ്? വെർട്ടിസസ് ഇൻ എ ബൈനറി ട്രീ എന്താണ്? വെർട്ടിസസ് ഇൻ എ ബൈനറി ട്രീ എന്ന് പറയുന്നത്, ബൈനറി ട്രീ ഈസ് ഓൾവേസ് ഓഡ് ആണല്ലേ. ഈസ് ഓൾവേസ് ഓഡ്. എപ്പോഴും അത് ഓഡായിരിക്കും. അപ്പോൾ നമുക്ക് 8 വെർട്ടിസസ് വെച്ചൊരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബൈനറി ട്രീയുടെ പ്രത്യേകത എന്തായിരുന്നു?
ഒരു വെർട്ടക്സിന് ഡിഗ്രി 2 ബാക്കി എല്ലാത്തിനും എന്താണ് ഒരു വെർട്ടക്സ് ഈവൻ ഡിഗ്രി ആയിരിക്കും അല്ലേ, ബാക്കിയെല്ലാം ഓഡ് ഡിഗ്രി, അത് 3 or 1 ആയിരിക്കും. അടുത്തൊരു തിയറം വരുന്നുണ്ട്, പെൻഡൻറ്റ് വെർട്ടക്സിൻ്റെ തിയറമാണ്. എ ബൈനറി ട്രീ ഓൺ n വെർട്ടിസസ് ഹാസ് n+1/2 പെൻഡൻറ്റ് വെർട്ടിസസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇങ്ങനൊരു തിയറം കിട്ടുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ആദ്യം എഴുതാം. നമുക്കറിയാവുന്ന എന്താ, ടി എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ബൈനറി ട്രീയുടെ തിയറം അല്ല ചോദിക്കുന്നത്, ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഈ ബൈനറി ട്രീയുടെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, അത് n വേർട്ടീസസ് ഉള്ളൊരു ട്രീ ആയിരിക്കും ബൈനറി ട്രീ. അതിൽ ഒരു വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, 2 ആയിരിക്കും. ബാക്കിയുള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രി 1 and 3 ആയിരിക്കും എന്ന് നമുക്കറിയാലോ. അതാദ്യം അതേപോലെ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ഗ്രാഫ്, ചുമ്മാ ഒരു ചെറിയൊരു ബൈനറി ട്രീ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, 2 ആയിരിക്കും. ഇത് പെൻഡൻറ്റ് വെർട്ടക്സ് ആണ്, 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണല്ലേ. ഇതൊരു ഇൻറ്റേർണൽ വെർട്ടക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്തായിരിക്കും, 3 ആയിരിക്കും. ഒരെണ്ണത്തിന് 2 വന്നു, ബാക്കി റിമൈനിങ് 3 or 1 വന്നു. അപ്പോൾ ഇതൊരു ബൈനറി ട്രീ അല്ലേ. ഇതിൽ പി എന്ന് പറയുന്നത് പെൻഡൻറ്റ് വെർട്ടക്സ് ആണ് ഞാൻ എടുക്കും. അതായത് പെൻഡൻറ്റ് വെർട്ടക്സിനെ പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ, ഡിഗ്രി 3 ഉള്ള എത്ര വെർട്ടിസസ് ഉണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ n വെർട്ടിസസ് ഉണ്ട്, അതിൽ നിന്ന് ഈ പെൻഡൻറ്റ് വെർട്ടക്സും അതേപോലെ ഡിഗ്രി 2 വരുന്ന വെർട്ടക്സും റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് ബാക്കി എന്താണോ വരുന്നത് അതായിരിക്കും എൻ്റെ ഡിഗ്രി 3 ഉള്ള വെർട്ടക്സ് അല്ലേ. അതിനെ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ എനിക്ക് എത്ര വെർട്ടക്സ് ഉണ്ട്, n വെർട്ടക്സ് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് ആരൊക്കെ എടുത്ത് കളയണം, പെൻഡൻറ്റ് വെർട്ടക്സുകളെ റിമൂവ് ചെയ്യണം. അപ്പോൾ n-p, പിന്നെ ബാക്കി എന്തുകൊണ്ട്, ഒരു ഡിഗ്രി 2 ഉള്ള ഒരു വെർട്ടക്സ് ഉണ്ടല്ലേ, അപ്പം അതിനെ ഞാൻ റിമൂവ് ചെയ്യണം. അപ്പം ഇത് അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഡിഗ്രി 3 ഉള്ള വെർട്ടക്സിനെ കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്, അപ്പോൾ അത് നോക്കിയാൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഡിഗ്രി 3 എന്ന് പറയുന്നത് എന്താണ്, n-p-1 ആണ്. ഇനി ഞാൻ ഇവിടെ ആരെ കൊണ്ടുവരുവാണ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ആൾ, ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നത്, ഒരുപാട് ഇങ്ങനെ പ്രാവശ്യം ഇങ്ങനെ കയറി വരുന്നുണ്ടല്ലേ. ആരാണിത്, ഹാൻഡ് ഷേക്കിംഗ് തിയറം അല്ലേ. ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിനെ ഇവിടെ കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്താണ് പറയുന്നത്, സമ്മേഷൻ DOVI = 2 എന്നല്ലേ പറയുന്നത്. സമ്മേഷൻ DOVI വരുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമല്ലേ. ഇപ്പോൾ ഇവിടെ ആരൊക്കെ ഉള്ളത്, 2 ഡിഗ്രി ഉള്ള ഒരാളുണ്ട്, 3 ഡിഗ്രി ഉള്ള ആളുണ്ട്, പിന്നെ പെൻഡൻറ്റ് വെർട്ടക്സ് ഉള്ളതുണ്ടല്ലേ. 2 ഡിഗ്രി ഉള്ള ഒരാളുകൾ, അപ്പോൾ 2a, പിന്നെ ആരൊക്കെ ഉള്ളത് പ്ലസ്, പിന്നെ ആരുള്ളത് പെൻഡൻറ്റ് വെർട്ടക്സ് അല്ലേ. പെൻഡൻറ്റ് വെർട്ടക്സ് ഉണ്ട്, അതിൻ്റെ ഡിഗ്രി എത്രയാണ്, 1 ആണ്. പ്ലസ് പിന്നെ വേറെ ആരാണുള്ളത്, പിന്നെ ബാക്കി വരുന്നത് 3 ഡിഗ്രി ഉള്ളതല്ലേ. 3 ഡിഗ്രി ഉള്ള എത്ര വെർട്ടക്സ് ഉണ്ട്, n-p-1 ഉണ്ടല്ലേ. അപ്പോൾ 3 × n-p-1 = എന്തെന്ന് എഴുതാൻ എനിക്ക് 2e എന്ന് പറയാം അല്ലേ. ഇനി ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 2 + p + 3n - 3p - 3 എന്ന് വരും. ഇവിടെ എന്ത് വരും, 2 × എഡ്ജ് എത്രയാണ് ഇവിടെ, e എന്ന് പറയുന്നത് എത്രയാടാ, e എന്ന് പറയുന്നത് n വെർട്ടക്സ് ഉണ്ടെങ്കിൽ അവിടെ n-1 എഡ്ജസ് ആയിരിക്കില്ല. അപ്പോൾ 2 × n-1 ആണ്. അതിനെ എങ്ങനെ എഴുതാം, 2n - 2 എന്ന് എഴുതാം അല്ലേ. എനിക്ക് 3n - 3pയും പിയും കൂടെ പോകുമ്പോഴത്തേക്ക് -2p - 1 = -3 + 2 ആണ് -1 = ഇവിടെ എന്താണ് 2n - 2 ആണല്ലേ. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യാൻ പോവാ, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാം. അപ്പോൾ എങ്ങനെ മാറും ഇത്, 3n - 1 - 2n + 2 = 2p. -2n ചെയ്യുമ്പോൾ എനിക്ക് n കിട്ടും. ഈ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കി എന്താണ്, 1 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ n+1 = എന്താണ്, 2p എന്ന് പറയും, =2p കേട്ടോ. അതിൽ p എന്ന് പറയുന്നത് എന്താണ്, n+1/2 എന്ന് കിട്ടും. അപ്പം നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്, n+1/2. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ നോക്കിക്കേ, എ ബൈനറി ട്രീ ഓൺ n വെർട്ടക്സിന് n+1/2 പെൻഡൻറ്റ് വെർട്ടക്സ് കാണുമെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ആയില്ലേ, p = n+1/2 കിട്ടിയല്ലേ. അടുത്തൊരു ഡെഫിനിഷൻ നോക്കിയിടാം, ലേബിൾഡ് ഗ്രാഫ്. ലേബിൾഡ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്, ഞാനിവിടെ വെർട്ടക്സും എഡ്ജസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, അങ്ങനെയുള്ളതിന് എനിക്ക് ലേബിൾഡ് ഗ്രാഫ് എന്ന് പറയാം. അൺലേബിൾഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ എഡ്ജസോ വെർട്ടക്സോ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന് എനിക്ക് അൺലേബിൾഡ് ഗ്രാഫ് എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സ്പാനിങ് ട്രീ ഓഫ് കേഫ്. സ്പാനിങ് ട്രീ വരയ്ക്കാമെന്ന് പറഞ്ഞ് ചോദിക്കും. അതിന് മുന്നേ നമുക്ക് സ്പാനിങ് ട്രീ എന്താണെന്ന് ഞാൻ പറയാം, എന്നിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്റ്റഡ് ഗ്രാഫാണ്. അതിലെന്താണ്, കണ്ടെയ്ൻ ഓൾ വെർട്ടിസസ് ഓഫ് G.
സ്പാനിങ് ട്രീയുടെ വേറൊരു പേരാണ് എന്ത്? സ്കഫോൾഡ് ഗ്രാഫ് അല്ലെങ്കിൽ സ്കെൽറ്റൺ ഓഫ് എ ഗ്രാഫ് എന്ന് പറയും അല്ലേ. ഇപ്പം സ്പാനിങ് ട്രീ എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. ആ കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് ഞാനൊരു സബ് ഗ്രാഫ് എടുത്തു. എന്നിട്ട് ഞാനൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ ആ ട്രീയിൽ നമ്മൾ ആദ്യം എടുത്ത കണക്റ്റഡ് ഗ്രാഫ് ഇല്ലേ, അതിലെ എല്ലാ വെർട്ടക്സും ആ ട്രീയിൽ ഉണ്ടായിരിക്കണം. എഡ്ജസ് വരണമെന്നല്ല പറയുന്നത്, വെർട്ടക്സ് എല്ലാം അതേപടി കാണണം. അങ്ങനെയുള്ള ട്രീനെ നമുക്ക് എന്തെന്ന് പറയാം? സ്പാനിങ് ട്രീ എന്ന് പറയും. അപ്പം ഇവിടെ ഞാൻ നോക്കിക്കേ, ക്വസ്റ്റ്യൻ പറഞ്ഞു ഡ്രോ ഓൾ സ്പാനിങ് ട്രീ ഓഫ് K4. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് K4 ആവാം, K5 ആവാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. K4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം? ഒരു 4 സൈഡുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും അല്ലേ. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് ലേബിൾഡ് ട്രീസ് വിത്ത് n വെർട്ടിസസിൻ്റെ n×n-2 ആണ് കേട്ടോ. അപ്പം ഇവിടെ എൻ്റെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? K4ൻ്റെ കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ K4 എന്ന് പറയുമ്പോൾ 4×4-2 = എത്ര കിട്ടും? 16. അപ്പം K4 എന്ന് പറയുന്നതിന് 16 സ്പാനിങ് ട്രീസ് കാണുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ K4 എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതായിരിക്കും എൻ്റെ K4 എന്ന് പറയുന്ന ഗ്രാഫ്. ഇത് ഞാൻ പേര് കൊടുക്കും. അത് 1 2 ഇത് 3 ഇത് 4. എൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് എല്ലാ എഡ്ജസും വേണ്ട, എനിക്ക് സ്പാനിങ് ട്രീ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കാര്യം കണക്റ്റഡ് ആയിരിക്കണം. എന്താണ്? എല്ലാ വെർട്ടക്സും എനിക്ക് വരണം. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം? എനിക്ക് 16 എണ്ണമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ആദ്യത്തെ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 അല്ലേ. രണ്ടാമത്തേത് എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് 1 ഇത് 2 ഇത് 4 ഇത് 3. അപ്പോൾ 2 ഗ്രാഫായേ. ഇനി എനിക്ക് എങ്ങനെ വരയ്ക്കാം? ഇനി ഞാനത് ഇങ്ങനെ വരയ്ക്കാം. ഇത് 1 ഇത് 2 ഇത് 4 ഇത് 3. ഇനിയോ ഇതേപടി തിരിച്ചു വരയ്ക്കുക ഞാൻ. ഇത് 1 ഇത് 2 ഇത് 4 3. ഏതെങ്കിലും വെർട്ടക്സ് കുറയുന്നുണ്ടോ? വെർട്ടക്സ് എല്ലാം അതേപോലെ വരുന്നുണ്ടല്ലോ. ഞാൻ പല ഷേപ്പിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇനി എനിക്ക് വേറെ എന്ത് ഷേപ്പുണ്ട്? നോക്കിക്കേ, ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഈ വെർട്ടക്സ് മാർക്ക് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഈ n അതേപോലെ തിരിച്ചിട്ട് എനിക്ക് വരയ്ക്കാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇസഡിൻ്റെ ഷേപ്പിൽ വരയ്ക്കാം. അതേപടി തിരിച്ച് വരയ്ക്കാം അല്ലേ. ഇങ്ങനെ വരയ്ക്കാം. പിന്നെ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 1 2 3 4 4 വരുന്നുണ്ട്. പിന്നെ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അതേപോലെ തിരിച്ച് വരയ്ക്കാൻ പറ്റും. ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് കുറേ ഷേപ്പ് അങ്ങനെ വരയ്ക്കാം കേട്ടോ. പിന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് 1 2 ഈ 3 4 ഈ നടുക്കുള്ള ഇതൊക്കെ എടുത്ത് വരയ്ക്കല്ലേ. ഇങ്ങനെ വരയ്ക്കാം. ഇത് 1 2 ഇത് 3 ഇത് 4. അതേപടി എനിക്ക് എന്ത് വരയ്ക്കാം? തിരിച്ച് വരയ്ക്കാം ഇങ്ങനെ. അപ്പോൾ ഇത് 1 വരും, ഇത് 2 വരും, ഇത് 3 ഇത് 4 വരും അല്ലേ. പിന്നെ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ താഴ്ന്ന് വരയ്ക്കാം. ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4. അതേപോലെ എനിക്ക് തിരിച്ചും വരയ്ക്കാം കേട്ടോ. എനിക്കിത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതായിരിക്കും എൻ്റെ 1. ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, 16 എണ്ണം അല്ലേ. അപ്പോൾ എനിക്ക് ഇതേപോലെ 16 എണ്ണം ഇതിൽ നിന്ന് വരച്ചെടുക്കാൻ പറ്റും. അതെവിടെ നോക്കിക്കുക, എല്ലാത്തിലും ഈ വെർട്ടക്സ് എല്ലാം വന്നിട്ടുണ്ട്. എഡ്ജസ് നമുക്ക് വരണമെന്നില്ല, എഡ്ജസ് നമുക്ക് കുറച്ചെടുത്താലും മതി. പക്ഷേ എല്ലാ വെർട്ടക്സും വെച്ച് എനിക്കിവിടെ മനസ്സിലായി എനിക്ക് 16 എണ്ണമാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഞാൻ 16 ഗ്രാഫ് ഇതേപോലെ വരച്ചെടുത്തുണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്പാനിങ് ട്രീ.